ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ള പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഓരോ മുക്കും മൂലയും ഞങ്ങൾ അരിച്ചു പറക്കി കഴിഞ്ഞു. ഫയർഫോഴ്സും പരിശോധന നടത്തുന്നുണ്ട്. പറയുന്നത് ടെൻഷൻ അടിപ്പിക്കാനല്ല. അവിടെ വീണിട്ടുള്ള ആരെയും ജീവനോടെ കിട്ടിയിട്ടുള്ള ചരിത്രമില്ല. സത്യം പറഞ്ഞ പൂർണ്ണമായ ശവശരീരം പോലും കിട്ടിയിട്ടില്ല. കാട്ടുജന്തുക്കൾ കടിച്ചു മുറിച്ച അവസ്ഥയിലും അഴുകി ജീർണിച്ച അവസ്ഥയിലുമുള്ള ചില ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം. പക്ഷേ കാണാതെ ഇത്രയും നേരം കഴിഞ്ഞിട്ടും വർഷയുടെ ബോഡിയോ വസ്ത്രങ്ങളോ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് വർഷയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിക്കൂടെ സർ? നിർത്തിവെച്ചിരിക്കുന്ന വർഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. വർഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നാണോ നിങ്ങളുടെ വിശ്വാസം? അതിന് സാധ്യത വളരെ കുറവാണ്. ഇനി വന്യമൃഗങ്ങളെങ്ങാനും കടിച്ചെടുത്ത് ദൂരേക്കെങ്ങാനും കൊണ്ടുപോയോന്നറിയില്ല. സർ, എന്റെ കുഞ്ഞനിയത്തിയാണ്. ഇനിയും കണ്ടു സ്നേഹിച്ചും കൊതി തീർന്നിട്ടില്ല ഞങ്ങൾക്ക്. അഥവാ വർഷയുടെ മരണം സംഭവിച്ചെന്ന് തന്നെ ഇരുന്നോട്ടെ, അന്വേഷണം നിർത്തിവെക്കരുത് സാർ. വർഷയും നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റും നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്വേഷണം പൂർണ്ണമായി നിർത്തിവെച്ചിട്ടൊന്നുമില്ല. വീണ്ടും ഊർജിതമായി അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. ഒരു മിനിറ്റ് സാർ. ഓക്കെ സാർ, ഞാൻ വരുന്നുണ്ട്. ഞാൻ ആളെ അയക്കാം. ഓക്കെ സാർ. രാജീവിന്റെ ആക്സിഡന്റിന്റെ കാര്യം അവൻ വന്ദനയോടെങ്ങാനും പറഞ്ഞു കാണുമോ? ഇനിയിപ്പോ എന്തൊക്കെ പുകില ഉണ്ടാവാൻ പോകുന്നത്? ജഗന്റെ വിവാഹബന്ധവും തെറിക്കും, അകത്ത് കിടക്കേണ്ടിയും വരും. ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര. ഏതായാലും അവനെ ഒന്ന് വിളിക്കാം. ഫോൺ എടുക്കടാ, എനിക്ക് ജനിച്ചവനെ. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ അവനോട് കടം ചോദിക്കുന്ന പേടിച്ചിട്ടാണോ? എന്തൊരു കഷ്ടമായത്. ആരാ വിളിച്ചത്? അത് ഈ എന്റെ ഒരു സുഹൃത്താ. അന്വേഷിക്കാന്നോ കേസ് പറഞ്ഞെങ്കിലും അയാൾക്ക് എന്തോ ഒരു താല്പര്യമില്ലാത്തതുപോലെ. എന്തായിരിക്കും കാരണം? മാനത്തെ കൊട്ടാ